ഉന്മാദം എന്ന ഏറ്റവും പുതിയ സിനിമയുടെ ട്രെയിലർ കണ്ടതിന് ശേഷം ട്രെയിലറും ടീസറും റിലീസായിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ച പടം എത്തുകയാണ്. അപ്പോൾ ആ സിനിമയെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ട്രെയിലർ റിവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ ഈ വീഡിയോനെ നിങ്ങൾക്ക് പറയാം. ട്രെയിലർ ഡീകോഡിംഗ് എന്ന് പറയാൻ മാത്രം ഇൻഡെപ്ത് ഞാൻ ട്രെയിലറിൽ ഇരുന്നിട്ടില്ല. പക്ഷേ ട്രെയിലറൊക്കെ കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ്, ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ എന്നെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും സംസാരിക്കുന്നത്. സോ ഇറ്റ്സ് നോട്ട് എ റിവ്യൂ. പിന്നെ ട്രെയിലർ കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ വെച്ചിട്ട് കഥ ഇതാവാനുള്ള സാധ്യത എന്നൊക്കെ പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടാവും. ചിലതൊക്കെ കറക്റ്റായി എന്ന് വരും, ചിലത് കറക്റ്റ് ആയില്ല എന്ന് വരും. പക്ഷേ യാതൊരു തരത്തിലുള്ള സ്പോയിലർ എനിക്ക് വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ട്രെയിലറും ടീസറും കണ്ടപ്പോൾ തോന്നിയിട്ടുള്ള കാര്യങ്ങളും എക്സ്പെക്റ്റേഷൻസും ഒക്കെ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ കുഞ്ചാക്കോ ബോബനും ഷാഹി കബീറും ഒരുമിക്കുന്നു എന്നുള്ളതാണ്. ഷാഹി കബീറാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത്. സംവിധാനം ചെയ്യുന്നത് കിരൺ ദാസ് ആണ്. അദ്ദേഹം എഡിറ്ററാണ്. ഈ സിനിമയുടെയും എഡിറ്ററാണ്, പുള്ളി എഡിറ്ററാണ്. ഈ സിനിമയുടെ സംവിധായകനും അദ്ദേഹമാണ്. ഷാഹി കബീറാണ് തിരക്കഥ എഴുതുന്നത്. ഷാഹി കബീറും കുഞ്ചാക്കോ ബോബനും ഒരുമിച്ച സമയങ്ങളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് ഗംഭീര ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ നായാട്ടിലെ കുഞ്ചാക്കോ ബോബൻ്റെ ക്യാരക്ടർ നോക്കൂ. ഒരാളുണ്ടായിരുന്നു, ഒരു പോലീസുകാരനുണ്ടായിരുന്നു, അയാൾ ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്നതിനപ്പുറത്ത് ആ ക്യാരക്ടർ അയാൾക്ക് ഒരുപാട് ലെയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ക്യാരക്ടർ ആർക്ക് എന്നൊക്കെ പറയുന്നത് അതിഗംഭീരമാണ്. അതിനെ അതിഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്ന കുഞ്ചാക്കോ ബോബൻ എന്ന അഭിനേതാവിനെ നമ്മൾ കാണുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള കുഞ്ചാക്കോ ബോബൻ്റെ ഓരോ സിനിമ എടുത്ത് നോക്കിക്കോളൂ. ഈ അടുത്ത കാലത്തൊന്നല്ല, അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഒരു വരവുണ്ടല്ലോ. പുള്ളി തന്നെ പറയുന്നത് വെച്ചിട്ട് കുറേ സിനിമകൾ ചെയ്ത് ഫീൽഡ് ഔട്ടായി പോകുന്നൊരവസ്ഥയിൽ എത്തിയിട്ട് തിരിച്ചു വന്നതിന് ശേഷം പുള്ളി ചെയ്തിട്ടുള്ള സിനിമകൾ എല്ലാം അദ്ദേഹത്തിലെ അഭിനേതാവിനെ തേച്ച് മിനുക്കിയെടുക്കാനുള്ള അവസരമായിട്ടാണ് പുള്ളി അത് നല്ലോണം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളത് അതൊരു വലിയ പ്രതീക്ഷയാണ്. അർജുൻ സേതുവാണ് ഇതിൻ്റെ DOP ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മ്യൂസിക് അത് നമ്മളെ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ്. മുജീബ് മജീദിൻ്റെ മ്യൂസിക്കാണ്. പുള്ളി മ്യൂസിക് ചെയ്യുന്ന സിനിമകളൊക്കെ വേറെ ലെവൽ പരിപാടികളാണ്. അങ്ങേര് പാട്ടുകൾ മാത്രമല്ല, ആ സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേറെ തന്നെ ഒരു സാധനമാണ്. അത് ഓരോ സിനിമയ്ക്കും ഇയാൾ കൊടുക്കുന്ന ഒരു ഫീലുണ്ട്. എക്കോയിൽ കൊടുത്തതല്ല അദ്ദേഹം കളങ്കാവലിന് കൊടുത്തിരിക്കുന്ന ഒരു സാധനം. ഇതെല്ലാം ഭയങ്കര ഡിഫറെൻറ്റ് സാധനങ്ങൾ ചെയ്യുന്ന, ശരിക്കും അണ്ടർ റേറ്റഡ് എന്ന് പറയാൻ തോന്നുന്നു. നമ്മളിപ്പോൾ ജെയ്ക്സ് ബിജോയ് പറയുന്നത് പോലെ അങ്ങനെ നമ്മൾ ശരിക്കും പറയേണ്ടുന്ന ഗംഭീരമായിട്ടുള്ള വർക്കുകളുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് മുജീബ് മജീദ്. അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കാണ് ഈ സിനിമയുടെ ഒരു വലിയ ഹൈലൈറ്റ്. പ്രതീക്ഷകളുടെ ഹൈലൈറ്റ്. ആൻഡ് ലിജോമോൾ അവരൊന്നും ഓവറാക്കൂല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം അതാണ്. കറക്റ്റ് സ്കെയിലിൽ അങ്ങനെ നിന്നിട്ട് പെർഫോം ചെയ്യാന്ന് പറയില്ലേ. ഏത് സിനിമയിലുണ്ടോ, സിനിമ ഒരു ആവറേജോ അതിൽ താഴെ പോയാൽ പോലും അവരുടെ പെർഫോമൻസ് സൂപ്പറായിരിക്കും. അങ്ങനെ കുറച്ച് ഗംഭീര പെർഫോമേഴ്സ്. പിന്നെ ഇതിലെനിക്ക് ഭയങ്കര പ്രതീക്ഷ തരുന്ന വേറെ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. അതിലൊന്ന് കോട്ടയം നസീറാണ്. കോട്ടയം നസീറിൻ്റെ അടുത്താണ് നമ്മുടെ കുഞ്ചാക്കോ ബോബൻ ഈ കേസിൻ്റെ കാര്യമൊക്കെ ചെന്ന് ചോദിക്കുന്നത്. ഈ ട്രെയിലർ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്ന ഡയലോഗും കോട്ടയം നസീറിൻ്റെയാണ്. കോങ്ങാട് സ്റ്റേഷനിലെ 174 അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു കേസ് അന്വേഷണം എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ളത് പറയുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നത് കോട്ടയം നസീറിൻ്റെ ശബ്ദത്തിലാണ്. മിക്കവാറും ഈ കേസ് അന്വേഷിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സംശയം ചോദിക്കാൻ വരുന്ന ഒരു ഉദ്യോഗസ്ഥന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് പോലീസുകാരൻ എന്ന് പറയുന്ന ആ ഒരു റോളായിരിക്കാം കോട്ടയം നസീർ ചെയ്യുന്നുണ്ടാവുക. കോട്ടയം നസീർ പൊളിയാണ്, പൊളിയാണ്. അങ്ങേർക്ക് അതിനുള്ള ക്യാരക്ടേഴ്സ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. സിനിമ ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. സ്വന്തം വീട് കത്തി അമരുന്ന സമയത്ത് അതിൻ്റെ ഇപ്പുറത്തിരുന്നിട്ട് കോട്ടയം നസീറിൻ്റെ ക്യാരക്ടർ ഒരു ഡയലോഗ് പറയുന്നൊരു സീനുണ്ട്. ഇപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നുകയാണ്. അങ്ങനെ കുറേ ഉണ്ട്. കോട്ടയം നസീർ ഒരു അസാധ്യ പ്രതിഭയാണ്. അപ്പം അദ്ദേഹത്തിന് ഈ സിനിമയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ സുധീഷിനെ കാണുന്നുണ്ട്. ഈ നെറ്റിയിൽ കറുത്ത ഒരു കുറി തൊട്ടിട്ട് മിക്കവാറും ഗണപതി ഹോമത്തിൻ്റെ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഭയങ്കര വിശ്വാസിയായിട്ടുള്ള ഒരാൾ ഇന്ന് പഞ്ചമിയാണ് എന്നാലോചിച്ച് പേടിച്ചിരിക്കുന്ന ഒരു പോലീസുകാരൻ. അതായത് ഏത് ദിവസമാണെങ്കിലും നമുക്ക് ഒരേപോലെ ഡ്യൂട്ടി ചെയ്യേണ്ടതാണെന്ന് വിശ്വസിക്കേണ്ടുന്ന പോലീസുകാരിൽ ഒരാൾ ഇത്രയും ഭക്തിയുള്ള, ഇത്രയും വിശ്വാസമുള്ള ആളായിട്ട് മാറുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സാധനത്തിനെ സുധീഷ് അവതരിപ്പിക്കുന്നത്. പിന്നെ ഷാഹി കബീറിൻ്റെയൊക്കെ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഗംഭീരമായിട്ട് ചെയ്യാൻ അറിയാവുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. ഇനി ഈ ട്രെയിലർ വെച്ചിട്ട് സിനിമ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പോലീസ് സ്റ്റേഷൻ, കോങ്ങാട് പോലീസ് സ്റ്റേഷൻ, കോങ്ങാട് പാലക്കാടാണ്. അത് പാലക്കാട് തന്നെയാണെന്ന് എനിക്ക് വീണ്ടും ഉറപ്പിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോലീസ് ജീപ്പ് പോകുന്നൊരു ഷോട്ടിൽ അതിൻ്റെ കൂടെ തമിഴിൽ ബോർഡ് എഴുതി വെച്ചിട്ടുള്ളൊരു പ്രൈവറ്റ് ബസ് പോകുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ ട്രെയിലറിൽ അവിടെ ഇവിടെയായിട്ട് കുഞ്ഞു കുഞ്ഞ് ഫൈറ്റോ ഒന്നും തള്ളും ഒക്കെ കാണിക്കുമ്പോഴും ഒരു തമിഴ് പശ്ചാത്തലത്തിലാണ് ആ സംഭവം ഉള്ളതെന്നാണ് തോന്നുന്നത്. അപ്പം കേരള തമിഴ്നാട് ബോർഡറിൽ നടന്നിട്ടുള്ള ഒരു ക്രൈമുണ്ട്. ആ പ്രദേശത്തുള്ള കോങ്ങാടുള്ള ഒരു പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനിൽ 174 ഇട്ടിട്ടുള്ളൊരു ഫയൽ. CRPC 174 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസ്വാഭാവിക മരണമോ ആത്മഹത്യയോ അപകട മരണമോ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസുകാർ അവിടെ ചെന്ന് ഇൻക്വസ്റ്റ് നടത്തിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അതിനെയാണ് ഇവർ 174 എന്ന് പറയുന്നത്. അപ്പോൾ കോങ്ങാട് സ്റ്റേഷനിലെ 174 എന്ന് പറയുമ്പോൾ മിക്കവാറും അവർ ഉദ്ദേശിക്കുന്നത് ഒരു അസ്വാഭാവിക മരണത്തെ തുടർന്ന് അവർ ഇൻക്വസ്റ്റ് നടത്തിയിട്ടുള്ള ഒരു റിപ്പോർട്ട്. പക്ഷേ ആ റിപ്പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ പോലീസുകാർക്ക് മുഴുവൻ പേടിയാണ്. അതിൽ ഒരു പോലീസുകാരൻ കുഞ്ചാക്കോവനോട് പറയുന്നത്, നീ ആ ഫയൽ
ഫയലിനൊന്നും പുറകെ പോകണ്ട, ഈ സ്റ്റേഷനിലുള്ള എല്ലാവർക്കും പേടിയാണത്. ഇപ്പോൾ ടീസർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ പറയുന്നത് ഈ ഫയൽ ആ സ്റ്റേഷനിലെ ഏതെങ്കിലും ഒരു പോലീസുകാരൻ തൊട്ട് കഴിഞ്ഞാൽ സ്റ്റേഷനിൽ പിന്നെ അന്വർത്ഥങ്ങളായിരിക്കും. എന്ന് വെച്ചാൽ 174ൻ്റെ കളി, അതായത് അസ്വാഭാവിക മരണങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് ഇൻക്വസ്റ്റും പരിപാടിയായിട്ട് പോലീസുകാർക്ക് ടെൻഷൻ അടിച്ച് നടക്കേണ്ടി വരിക, ഒരു പോലീസുകാരൻ സസ്പെൻഷനിലാവുക, ഒരു പോലീസുകാരൻ്റെ യൂണിഫോമിൽ ബ്ലഡ് പറ്റുക തുടങ്ങിയിട്ടുള്ള അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും ഈ 174ൽ തൊട്ടാൽ എന്ന് വിശ്വസിച്ചിരിക്കുന്നൊരു ഫയൽ. ഈ ഫയൽ അവിടെയുണ്ട്. അപ്പോൾ ഈ ഫയൽ എന്തിനാണ് കുഞ്ചാക്കോ ബോബൻ്റെ ക്യാരക്ടറിൽ നിന്ന് എടുക്കുന്നത്? എല്ലാവർക്കും പേടിയാണെങ്കിൽ അങ്ങേർക്ക് മാറിയിരുന്നാൽ പോരെ. ഒരു സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള ഷെല്ലി എന്ന് പറയുന്ന കഥാപാത്രത്തിനെയാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കഥാപാത്രത്തിനെയാണ് ലിജോ മോൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇയാൾ എന്തിനാണ് ഈ ഫയൽ തുറക്കുന്നുണ്ടാവുക? ഈ ട്രെയിലറിൽ ഈ ഫയൽ കാണിക്കുന്നതൊക്കെ ഭയങ്കര രസമാട്ടോ. കുഞ്ചാക്കോ ബോബൻ രാത്രി ഒരു ഇടിമിന്നലൊക്കെ ഉള്ള സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വേറെ ആരും ഇല്ലാത്തപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പ്രതി അവിടെ സെല്ലിൽ കിടപ്പുണ്ട്. ആ സമയത്ത് ഇങ്ങേര് ഈ അലമാരിക്കകത്ത് ഭദ്രമായി വെച്ചിട്ടുള്ള ഈ ഫയൽ എടുക്കുകയാണ്. ഫയൽ എങ്ങനെയാണെന്നറിയോ? ഒരു ചുവന്ന പട്ടിൽ പൊതിഞ്ഞു വെച്ചിരിക്കുക. അതായത് ഭയങ്കര വിശ്വാസികളായിട്ടുള്ള പോലീസുകാർ ഇതിനെക്കുറിച്ച് ആലോചിച്ച് പേടിയുള്ളത് കൊണ്ട് അവർ ചിലപ്പോൾ ഇനി പൂജിച്ച് പൂട്ടിവെച്ചതാവാൻ വരെ സാധ്യതയുണ്ട്. മറ്റേ പ്രേത സിനിമകളിൽ ആണി ഊരുക എന്ന് പറയുന്നത് പോലെ ചുവന്ന പട്ടിൽ പൊതിഞ്ഞു വെച്ചിട്ടുള്ളൊരു ഫയൽ. അത് കറണ്ടില്ലാത്ത സമയത്ത് മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടാണ് കുഞ്ചാക്കോ ബോബൻ്റെ ക്യാരക്ടർ വായിക്കുന്നതായിട്ട് നമ്മൾ ട്രെയിലറിൽ കാണുന്നത്. ഫയലിൽ ഡേറ്റ് എഴുതിയിരിക്കുന്നത് 17/8/2019 എന്നാണ്. അപ്പോൾ 2019 നടന്നിട്ടുള്ള ഒരു കേസിൻ്റെ ഇൻക്വസ്റ്റ് നടത്തിയിട്ടുള്ള ഫയലാണ്. അതിനുശേഷം ലിജോ മോളുടെ ക്യാരക്ടർ പറയുന്നുണ്ട് ഇത് 6 വർഷം മുമ്പത്തെ കേസല്ലേ എന്നുള്ളത്. അപ്പോൾ 2025 നടക്കുന്ന കഥയായിരിക്കും സിനിമയിൽ നമ്മൾ കാണുന്നുണ്ടാവും. അതായത് സിനിമയുടെ പ്രസൻറ്റ് എന്ന് പറയുന്നത് 2025 2026 ആയിരിക്കാം. അതിനി എങ്ങനെ തെളിയിക്കാനാ എന്ന് ലിജോ മോൾ ചോദിക്കുന്നുണ്ട്. അപ്പം കേസ് തെളിയിക്കുകയോ കുറ്റവാളികളിലേക്ക് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ട് പിന്നീട് കേസ് ഫോർവേഡ് ആവുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പുറത്തുനിന്ന് ആരും ഇല്ല എന്നുള്ളതാണ്. അതായത് പോലീസുകാർക്ക് വേണമെങ്കിൽ അന്വേഷിച്ച് മുന്നോട്ട് പോകാം, അല്ലാതെ ഇത് ഫോഴ്സ് ചെയ്ത് ഇതിൻ്റെ അടുത്ത പരിപാടിയിലേക്ക് പോകാൻ വേണ്ടി പറയാൻ മിക്കവാറും ഒരു അനാഥ ശവം അവർക്ക് കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കാം. വലിയ തെളിവുകളൊന്നും ഇല്ലാതെ, പ്രത്യേകിച്ച് കോട്ടയം നസീറിൻ്റെ ഒരു ശബ്ദത്തിൽ നമ്മൾ കേൾക്കുന്നത് ഹൂ, വെൻ, വെയർ, ഹൗ, വൈ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേസന്വേഷണത്തിൽ നടത്തേണ്ടതാണ്. പക്ഷേ ഇതിലൊന്നും നമുക്ക് അസ്വാഭാവികത തോന്നിയിട്ടില്ലാത്ത ഒരു റിപ്പോർട്ട് എന്നുള്ള രീതിയിലാണ്. അപ്പം ഇതിപ്പോൾ ഒരു സ്വാഭാവിക മരണം പോലെയൊക്കെ അവർക്ക് തോന്നുന്നുണ്ടാവാം, പക്ഷേ ചില ക്ലൂവും കാര്യങ്ങളൊന്നും സെറ്റ് ആവുന്നില്ല. അങ്ങനെ ആ ഫയൽ അവിടെയുണ്ട്. പക്ഷേ ഈ ഫയൽ വന്ന് കയറി കഴിഞ്ഞാൽ ഇത് ജൂനിയർ മാൻഡ്രേക്ക് ആണെന്ന് പറഞ്ഞ് പോലീസുകാർ പേടിച്ചിരിക്കുന്നു. ഈ ഫയൽ ഏതൊക്കെ ഉദ്യോഗസ്ഥൻ തുറന്നിട്ടുണ്ടോ അവർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ടെന്നാണ് പോലീസുകാർ പറയുന്നത്. ആൻഡ് കുഞ്ചാക്കോ ബോബൻ ഈ ഫയൽ തുറന്ന് നോക്കുമ്പോൾ അതിൽ നമുക്ക് ബ്ലഡ് സ്റ്റെയിൻ കാണാൻ പറ്റും. അങ്ങനെയുള്ള ഈ ഫയൽ തുറന്നതിന് ശേഷമുള്ള കുഞ്ചാക്കോ ബോബനെയാണ് നമ്മൾ ട്രെയിലർ കട്ട്സിൽ കൂടുതൽ കാണുന്നത്. ഇയാൾ ആകെ കിളിപോയൊരവസ്ഥയിലാണ്, കംപ്ലീറ്റ് ഉറക്കമൊക്കെ നഷ്ടപ്പെട്ട് ടെൻഷൻ അടിച്ച്. പല്ലി എന്ന് പറയുന്നൊരു സാധനം ഭയങ്കര വലിയൊരു ഫാക്ടറാണ്. ഇയാൾ ഈ ഫയൽ തുറന്നതിന് ശേഷം പല്ലി ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇയാളെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഉന്മാദം എന്ന് പറയുന്ന ടൈറ്റിലും നമുക്ക് പല്ലിയെ കാണാൻ പറ്റും. അപ്പോൾ പല്ലിക്കൊരു ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പല്ലി പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. ഇപ്പം നമ്മൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ളത് പലരും ഈ പല്ലി ചിലയ്ക്കുന്നത് വെച്ചിട്ടാണ്. ചില ആളുകൾക്ക് പല്ലി എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. പിന്നെ പല്ലിയെക്കുറിച്ച് പൊതുവെ പറഞ്ഞിട്ടുള്ളത് പല്ലിയുടെ വിചാരം പല്ലിയാണ് ഈ മേൽക്കൂര താങ്ങി നിർത്തുന്നത് എന്ന് പറയുന്ന ആ ഒരു കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് പല്ലിയെ അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക, പല്ലി ആക്ച്വലി ആളുകൾക്ക് പേടിയാണ്. പല്ലിയെ കാണുമ്പോൾ നമ്മളൊന്ന് മാറും. ആ സാധനം നമ്മൾ ഉപദ്രവിക്കൊന്നുമില്ല, എന്നാലും നമുക്ക് പേടിയാണ്. പക്ഷേ ആ പേടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പല്ലി ഉപകാരമുള്ളൊരു ജീവിയാണ് എന്ന് പറയുന്ന പോലെ ഈ ഫയലുമായിട്ട് ബന്ധപ്പെട്ടൊരു പേടിയുണ്ട്. ആ പേടി ഈ ഫയൽ തൊടുന്ന പോലീസുകാരിൽ ഉണ്ടാക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ ഈ കേസ് വായിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു ക്ലൂവോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എലമെൻറ്റോ നമ്മളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നതായിരിക്കാം. ഈ ഫാക്ടർ കുഞ്ചാക്കോ ബോബന് കിട്ടുകയും അവസാനം അയാൾ ഈ കേസിൻ്റെ പുറകെ അന്വേഷിച്ച് തുടങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പോഴായിരിക്കാം ലിജോ മോളുടെ ക്യാരക്ടർ ചോദിക്കുന്നത് ഇനിയിപ്പോൾ എങ്ങനെ തെളിയിക്കാനാണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ കേസിൻ്റെ പുറകെ, അതായത് ഇത് വായിച്ചു കഴിഞ്ഞാൽ ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ കേസിൻ്റെ പുറകെ പോകാനുള്ളൊരു തോന്നലുണ്ടാവുകയും അതുണ്ടാക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കാം. പക്ഷേ അപ്പോഴുള്ള ചോദ്യം ഇയാൾ എന്തിനാണ് ഈ ഫയൽ തുറന്നതെന്നുള്ളതാണ്. അത് ടീസർ കണ്ടപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ ലിജോ മോളുടെ ക്യാരക്ടർ എനിക്ക് ഈ ക്വാർട്ടേഴ്സിൽ ജീവിച്ചും മടുത്തു മരടിച്ചു എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ കുഞ്ചാക്കോവിൻ്റെ ക്യാരക്ടർ ഒരു കവറിൻ്റെ അകത്തുനിന്ന് ഒരു ചെക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. പേപ്പർ കഷ്ണം നമ്മൾ കാണുന്നുള്ളൂ, അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ എനിക്കതൊരു ചെക്കായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഈ പോലീസുകാരൻ എവിടെ നിന്നാണ് ഈ ചെക്ക് കിട്ടുക? ഒരു സിവിൽ പോലീസ് ഓഫീസർക്ക് നമ്മുടെ ലൈഫ് മാറാൻ പോവാന്ന് പറയുന്ന രീതിയിലൊരു ചെക്ക് കിട്ടുന്നത്. എനിക്ക് തോന്നുന്ന കാര്യം ട്രെയിലറിൽ ബഷീറിൻ്റെ ഭാർഗവി നിലയം ബുക്കൊക്കെ എടുത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നത്, അങ്ങനെ ഒരു ഷോട്ട് വെച്ചിട്ടുണ്ട്. ഇയാൾ കഥകളൊക്കെ വായിക്കുന്ന, നോവൽ വായിക്കുന്ന, അത് വായിച്ചിട്ട് ഒരു പക്ഷേ തിരക്കഥ എഴുതി സിനിമയിലൂടെ കാശുണ്ട്. ഇപ്പോൾ ഷാഹി കബീറിൻ്റെ കാര്യവും ഏകദേശം അദ്ദേഹം സിനിമയിലേക്ക് വന്നു, തിരക്കഥകൾ എഴുതി, അങ്ങനെ മുന്നോട്ട് പോയി. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്, അത് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ സിനിമയിലേക്ക് വന്ന ഒരാളാണ്.
അങ്ങനെ വരുമ്പോൾ ഒരാളുടെ ജീവിതം മാറും. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ ആയുസിൽ സമ്പാദിക്കുന്ന പൈസ ഹിറ്റായിട്ടുള്ള 2-3 സിനിമകൾക്ക് തിരക്കഥ എഴുതി കഴിയുമ്പോൾ ഒരു പോലീസുകാരനിലേക്ക് വന്നു ചേരും. ലൈഫ് സെറ്റിൽ ആവാനുള്ള ഒരു മാർഗ്ഗം കൂടിയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഒരു പക്ഷേ കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിക്കുന്ന ഈ ഷെല്ലി എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒരു സിനിമയുടെ കഥ എഴുതാൻ, തിരക്കഥ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിലോ മിക്കവാറും ഇയാൾ ഏതെങ്കിലും സിനിമാക്കാരോട് ഈ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അതായത് ഞങ്ങളുടെ സ്റ്റേഷനിൽ ഒരു ഫയൽ ഉണ്ടോ, ആ ഫയൽ തൊട്ടാൽ എല്ലാവരും ഭയങ്കര പ്രശ്നത്തിലാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു തിരക്കഥ എഴുതാമെന്ന് പറയുമ്പോൾ ഒരു അഡ്വാൻസ് കിട്ടിയ പൈസയാണ് ഇതെങ്കിലോ അത് ഭാര്യയെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അവർ ഹാപ്പി ആവുമല്ലോ. അതായത് നമ്മുടെ ലൈഫ് മാറാൻ പോവാണ്. നീ ഒരു പോലീസുകാരുടെ മാത്രമല്ല, ഒരു തിരക്കഥാകൃത്തിൻ്റെ കൂടി ഭാര്യയാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫാക്ടർ വരുമ്പോൾ ആരൊക്കെ എങ്ങനെയൊക്കെ തടഞ്ഞാലും ഇയാൾ ആ ഫയൽ എടുക്കാൻ നോക്കും. ഈ ഫയൽ ചെക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് ഇയാൾ കൂട്ടുകാരോട് പറയുന്നുണ്ട്. കാരണം ആ കൂട്ടുകാരൊക്കെയാണ് ഇയാളോട് എന്തിനാ അതിൻ്റെ പുറകെ പോകുന്നത്, നീ അത് എടുക്കണ്ട, ബാക്കി പോലീസുകാരുടെ കണ്ണിലെ കരടായി മാറാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്ന ഫാക്ടേഴ്സ് വരുന്നത്. മാത്രമല്ല ടീച്ചറിൽ കുഞ്ചാക്കോ ബോബൻ ഈ ഫയൽ എടുത്തുകൊണ്ട് മേലുദ്യോഗസ്ഥൻ്റെ റൂമിലേക്ക് പോകുന്നത് ഭയങ്കര ചിരിച്ചുകൊണ്ടാണ്. അതായത് ഈ ഫയൽ എങ്ങനെയും ഓപ്പൺ ചെയ്യിക്കണമെന്ന് ആഗ്രഹിച്ച് നടന്ന ഒരാൾ ഒരു മേലുദ്യോഗസ്ഥൻ്റെ കൂട്ടും കൂടി കിട്ടിക്കഴിയുമ്പോൾ അയാളത് എടുക്കുകയാണ്. കാരണം ഈ ഫയലിനെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാലാണ് ഇയാൾക്ക് സ്റ്റോറിയിലെ മെയിൻ സാധനം കിട്ടുക. അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരു കാരണവും ഒരു സിവിൽ പോലീസ് ഓഫീസർ അയാളുടെ ജീവൻ പണയം വെച്ച് അല്ലെങ്കിൽ ഇത്രയും അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ഒരു സാധനത്തിലേക്ക് കാലെടുത്ത് നോക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും അയാൾ ആ ഫയൽ എടുക്കുന്നുണ്ട്. അതിനെ തുടർന്ന് അയാളുടെ മാനസികാവസ്ഥ വളരെ മോശമാവുന്നുണ്ട്. പല്ലി എന്ന് പറയുന്ന ഒരു ഫാക്ടറി ചേർത്ത് അയാൾക്ക് ഒരുപാട് പേടികൾ ഉണ്ടാകുന്നുണ്ട്. ട്രെയിലറിൽ ഈ പുക ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരു സ്ത്രീ രൂപം ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു സ്ത്രീയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഫയലാണത്. അവരുടെ ആത്മാവ് ഇയാളെ ഫോളോ ചെയ്യുന്നു എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും നമ്മൾ സിനിമ കാണുന്നുണ്ടാവുക. പിന്നെ ഇയാൾ ഈ ഫയൽ തുറന്നു എന്ന് അറിയുമ്പോഴേക്കും ആ പോലീസ് സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥർ മുഴുവൻ ഇയാൾക്ക് എതിരാവുന്നു. ഈ 174 എന്ന് പറയുന്ന ആ ഒരു സാധനത്തിനോട് ചേർത്ത് വെക്കാനുള്ള ഒരു കാര്യം, ടീസറിൽ ഒരു ചെറിയ കട്ടുണ്ട്, പിന്നെ അത് ട്രെയിലറിലും ഉണ്ട്. കുഞ്ചാക്കോ ബോബനും വേറെ പോലീസുകാരും കൂടിയിട്ട് ഒരു വീടിന് കാവലിരിക്കുകയാണ്. ആ വീടിനകത്ത് ഒരാൾ തൂങ്ങി കിടക്കുന്നുണ്ട്, അയാളെ ഇറക്കി വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു മരണം രാത്രിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പോലീസുകാർ അവിടെ പോയി കാവലിരിക്കണം. പിറ്റേ ദിവസം മറ്റേ ഫോറൻസിക്കാരും ഒക്കെ വരണം, തെളിവുകളൊക്കെ സംരക്ഷിക്കപ്പെടണം. അപ്പോൾ പോലീസുകാർ അവിടെ പോസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന കുഞ്ചാക്കോ ബോബനെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് പോലീസുകാർക്ക് നിലത്ത് നിൽക്കാൻ സമയമില്ല എന്ന് പറയുന്നത് പോലെ 174കൾ സംഭവിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കുഞ്ചാക്കോ ബോബൻ ഈ ഫയൽ തൊടുന്നതിന് ശേഷം സംഭവങ്ങൾ പോകുന്നുണ്ടാവും. അപ്പോൾ പോലീസുകാർക്ക് മുഴുവൻ ഇയാളോട് വെറുപ്പും ഉണ്ടാവും. പക്ഷേ ലാസ്റ്റ് കേസ് തെളിയുമായിരിക്കുമോ? അയാളുടെ തിരക്കഥാകൃത്ത് എന്നുള്ള ലൈഫ് രക്ഷപ്പെടുമായിരിക്കുമോ? അതോ ഷാഹി കബീറിൻ്റെ പല മുൻ സിനിമകളിലും ഉള്ളതുപോലെ ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു എൻഡിങ്, ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു ക്ലൈമാക്സ് അങ്ങനെ ആയിരിക്കുമോ? എനിക്ക് തോന്നുന്നത് അതിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സാധനം. കാരണം ഇവിടെ കുറച്ച് ഹൊറർ എലമെൻറ്റ്സ് നല്ലോണം വർക്ക് ചെയ്തെടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ കേസ് അന്വേഷണത്തിൻ്റെ ത്രില്ലുണ്ട്. സോ അതെല്ലാം കൂടി വെച്ചിട്ട് തെളിയിക്കപ്പെടുന്ന ഒരു കേസ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞാൻ ഈ പ്രതീക്ഷിക്കുന്നതിന്, നമ്മൾ ഈ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള ഒരു സിനിമയായിട്ട് ഉന്മാദം മാറട്ടെ. അത് പ്രേക്ഷകരെ വളരെയധികം എൻജോയ് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയായി മാറട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ടീസറും ട്രെയിലറും ഒക്കെ കണ്ട് ഇങ്ങനെ ആയിരിക്കാം അങ്ങനെ ആയിരിക്കാം എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാതെ ഇതിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക, ഇതിനേക്കാൾ ത്രില്ലിംഗ് ആയിട്ടുള്ള രീതിയിൽ കഥ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് ഉന്മാദൻ ടീമിനൊരു ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ ഈ ട്രെയിലറും ടീസറും കണ്ടിട്ടില്ലെങ്കിൽ ഇത് രണ്ടും കാണാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. ഈ ടീസറും ട്രെയിലറും കണ്ടപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പ്രതീക്ഷകൾ അതും കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ശരി, ബൈ.